Hello dear law aspirants, Eminence JobSecura ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ CUSAT LLB എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ പ്രിപ്പറേഷൻസ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഫൈനൽ ലാപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സിലൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ലീഗലും ഇംഗ്ലീഷും ലോജിക്കൽ റീസണിങ്ങിലും ഒക്കെ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇനി ചോദ്യമേ വാ ഞാൻ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്കായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ എക്സാമിനെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആകുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് CUSATൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എമിനൻസ് JobSecuraയുടെ വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് CUSATൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ. കാര്യം എമിനൻസ് JobSecuraയുടെ എക്സാം പോർട്ടലിൻ്റെ ഇൻ്റർഫേസും CUSAT ഇപ്പോൾ പബ്ലിഷ് ചെയ്ത ഇൻ്റർഫേസും വളരെ സിമിലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം എമിനൻസ് JobSecureയോടൊപ്പം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിൽ ടെസ്റ്റുകൾ ചെയ്തൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ഡിഫറൻ്റ് ആയിട്ട് തോന്നില്ല. രണ്ടും സിമിലർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ആ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പരിചയപ്പെടുത്തും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. നിങ്ങൾ ഒരു KLEE LLB എൻട്രൻസ് എക്സാമിനേഷൻ ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളെ വലിയ അളവിൽ സഹായിക്കുന്ന ഒരു പുസ്തകം എമിനൻസ് JobSecura കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എമിനൻസ് JobSecuraയുടെ ഗൈഡാണ്. ആ ഗൈഡ് ഇന്ന് ആമസോണിലും മറ്റ് ഷോപ്പുകളിലും പ്രധാനപ്പെട്ട ലോ എൻട്രൻസ് പുസ്തകങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളിലും ഇന്ന് അവൈലബിൾ ആണ്. ആ പുസ്തകം നിങ്ങളെ പ്രിപ്പറേഷന് വലിയ അളവിൽ സഹായിക്കും. അതുപോലെ തന്നെ എമിനൻസ് JobSecuraയുടെ വെബ്സൈറ്റിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് CUSATൻ്റെ LLB എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ LLB എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ആസ്പിരൻറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ കാൻഡിഡേറ്റ് അഡ്മിറ്റ് കാർഡിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഓപ്പൺ ആവുന്ന ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഈ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതേ ഇൻസ്ട്രക്ഷൻസിലൂടെ തന്നെ ഇത് തന്നെയായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് വരാനും സാധ്യതയുള്ളത്. സോ ഇവിടെ പറയുന്നത് ടോട്ടൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ ഇസ് 180 മിനിറ്റ്സ് എന്ന് വെച്ചാൽ 3 മണിക്കൂറായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ. ദ ക്ലോക്ക് വിൽ ബി സെറ്റ് അറ്റ് ദ സെർവർ. ദ കൗണ്ട് ഡൗൺ ടൈമർ ഇൻ ദി ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ വിൽ ഡിസ്പ്ലേ ദ റിമൈനിങ് ടൈം അവൈലബിൾ ഫോർ യു ടു കംപ്ലീറ്റ് ദി എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് ടൈമർ ഉണ്ടായിരിക്കും. ഈ ടൈമറിൽ ഇനി നിങ്ങൾക്ക് എത്ര സമയം ബാക്കിയുണ്ട്, ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളത് ഈ ടൈമറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ ക്വസ്റ്റ്യൻ പാലറ്റ് ഡിസ്പ്ലേഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദ സ്ക്രീൻ വിൽ ഷോ ദ സ്റ്റാറ്റസ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ യൂസിങ് ദി ഫോളോയിങ് സിംബൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിലെ സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് ഉണ്ടാവും. ഇതിലാണ് 1 മുതൽ 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവുക. ഈ പലറ്റിലാണ് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എത്ര ക്വസ്റ്റ്യൻസ് ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ പലറ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പലറ്റിൻ്റെ കാര്യം പറയുമ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എല്ലാ ആസ്പിരൻസും എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആസ്പിരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ പലറ്റ് നോക്കിക്കഴിയുമ്പോൾ പല കളേഴ്സായിട്ടാണ് അവർ ഇതിലെ ഓരോ കാര്യങ്ങളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ടാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അവിടെ കാണുക. നിങ്ങൾ അറ്റൻഡേ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വൈറ്റ് ആയിട്ടാണ് കാണുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു അറ്റംപ്റ്റ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ച് കളറിലായിട്ടായിരിക്കും ആ ക്വസ്റ്റ്യനെ പിന്നെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കളർ ഓറഞ്ച് കളറായിട്ട് മാറും. അപ്പോൾ പലറ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ കളർ ഓറഞ്ച് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കളർ പച്ചയായിട്ടായിരിക്കും കാണുക, ഗ്രീൻ കളറായിട്ട് അത് മാറും. നാലാമത്തെ ക്വസ്റ്റ്യനിൽ എത്തുന്ന സമയത്ത്
നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനെ മാർക്ക്ഡ് ഫോർ റിവ്യൂലിടാം. മാർക്ക്ഡ് ഫോർ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാലാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാതെ നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂലിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പർപ്പിൾ കളറായിട്ടാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ പലറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു 90% അറിയാം, എന്നാലും ഉറപ്പില്ല, പക്ഷേ ഒരു 90% നിങ്ങൾ ഷുവറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂലിടാം. ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂ. അങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂലിടുകയാണെങ്കിൽ പർപ്പിൾ കളറും അതിനോടൊപ്പം ഒരു പച്ച കളറ് ഒരു ചിഹ്നവും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് അവിടെ വരിക. അപ്പോൾ നിങ്ങൾ ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂൽ ഇടുകയാണെങ്കിൽ ഒരു പർപ്പിൾ കളറും അതിനോടൊപ്പം ഒരു ഗ്രീൻ കളർ സിമ്പലും അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പലറ്റിൽ നോക്കുമ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു പച്ച സിമ്പലും അതിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. പലറ്റ് പ്രോപ്പറായിട്ട് തന്നെയാണ് നിങ്ങൾ കളേഴ്സ് വരുമ്പോൾ ആ കളേഴ്സ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അതിൽ തന്നെ ഞങ്ങൾ പറയുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം മാർക്ക്ഡ് ഫോർ റിവ്യൂ, ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ ആൻസർ വാല്യുവേഷൻ സമയത്ത് വാല്യൂ ചെയ്യും. ആ ആൻസർ വാല്യൂ. അപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് വരികയും നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാർക്ക് വരികയും ചെയ്യും. എന്നാൽ മാർക്ക്ഡ് ഫോർ റിവ്യൂ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് വാല്യൂ ചെയ്യപ്പെടുന്നതായിരിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻസ് നാവിഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ഓൺ ദി ക്വസ്റ്റ്യൻ നമ്പർ ഇൻ ദി ക്വസ്റ്റ്യൻ പാലറ്റ് അറ്റ് ദ റൈറ്റ് ഓഫ് യുവർ സ്ക്രീൻ, ഗോ ടു ദാറ്റ് നമ്പേർഡ് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി, നോട്ട് ദാറ്റ് യൂസിങ് ദിസ് ഓപ്ഷൻ ഡസ് നോട്ട് സേവ് യുവർ ആൻസർ ടു ദി കറൻറ്റ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 1ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം തോന്നുന്നു. അപ്പോൾ നിങ്ങൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് 1ാമത്തെ ക്വസ്റ്റ്യൻ സേവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ റെസ്പോൺസ് സേവ് ചെയ്യില്ല, നേരെ 10th ക്വസ്റ്റ്യനിലേക്ക് പോകും. അതുപോലെ തന്നെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ മാത്രമേ ഓരോ ക്വസ്റ്റ്യൻസും സേവ് ആവുകയുള്ളൂ. അതിൽ പിന്നെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ, നിങ്ങൾക്ക് സെക്ഷൻ വൈസ് നാവിഗേറ്റ് ചെയ്യാം. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആപ്പിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. നിങ്ങൾക്ക് സെക്ഷൻ വൈസ് നാവിഗേറ്റ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട്, ലീഗൽ ഉണ്ടെന്ന് വിചാരിക്കുക. മെൻ്റൽ എബിലിറ്റി പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ആ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ താനേ തന്നെ അടുത്ത സെക്ഷനിലേക്ക് അത് ഡയറക്റ്റ് ആവും. നിങ്ങൾ പിന്നെ പോയി മാറ്റേണ്ട കാര്യമില്ല എന്നാണ് ഇൻസ്ട്രക്ഷൻസിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എല്ലാവരും, എല്ലാ ആസ്പിരൻസും കൃത്യമായിട്ട് വായിച്ചു പോവുക. ഞങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തന്നത് കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാ ആസ്പിരൻസും പ്രോപ്പറായിട്ട് വായിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എക്സാം എഴുതുക എന്നുള്ളത് നോക്കാം. സോ നമ്മളിപ്പം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് ശരിക്കും ഒന്ന് എക്സാം എഴുതി നോക്കാം. കുസാറ്റിൻ്റെ മോക്ക് ടെസ്റ്റ്, അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ലോമിനൻസിൻ്റെ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ലോമിനൻസിൻ്റെ പോർട്ടൽ കുസാറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത വെബ്സൈറ്റിലെ പോർട്ടലിനോട് എക്സാക്ട്ലി സിമിലർ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് തന്നെ വെച്ചിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇൻസ്ട്രക്ഷൻസ് തന്നത് പോലും സിമിലർ ആയിട്ട് തന്നെയാണ്. സോ ഈ ലോമിനൻസിൻ്റെ പോർട്ടൽ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കുസാറ്റിൻ്റെ എക്സാം എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ജനറിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തതാണ്, സ്പെസിഫിക് അല്ല, സബ്ജക്ട് സ്പെസിഫിക് അല്ല. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണണം എന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂറിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് കുസാറ്റിൻ്റെ പ്രിപ്പറേഷൻ എത്രമാത്രം നിങ്ങളെ സഹായിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. വിച്ച് ആസിഡ് ഇസ് പ്രസൻറ്റ് ഇൻ ആപ്പിൾ എന്നാണ് അവരൊരു തൽക്കാല ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആയിട്ട് മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അസറ്റിക് ആസിഡ്. അതുപോലെ തന്നെ ഇവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി എത്ര സമയം ബാക്കിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത്. ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള പലറ്റ്. ഈ പലറ്റിൽ അവിടെ ഓൾറെഡി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഗ്രീൻ കളറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു പക്ഷേ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ, ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക. കണ്ടോ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഓറഞ്ച് കളറിലാണ്. ഇനി അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ നേരെ മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടുകയാണ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല, മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പർപ്പിൾ കളറാണ് ഉണ്ടാവുക. അതുപോലെ
ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പേർപ്പിൾ കളറും അതിനോടൊപ്പം ഒരു ഗ്രീൻ കളർ ഡോട്ടും താഴെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ 2-3 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ വിസിറ്റേ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവ വൈറ്റ് കളറിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പലറ്റാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു, വിച്ച് ആസിഡ് ഇസ് പ്രസൻറ്റ് ഇൻ ആപ്പിൾ. നമുക്ക് ഉത്തരം അറിയുന്നതാണ്, മാലിക് ആസിഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻസർ ഇതിവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ഒരിക്കലും സേവ് ചെയ്യില്ല. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, പലറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കളർ എന്തായിട്ടുണ്ട്, ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം, നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഓറഞ്ച് കളറിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂവിലിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ പോലും ചെയ്യാതെ, ശ്രദ്ധിക്കുക, ആൻസർ ചെയ്യാതെയാണ് ഞാൻ മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ പർപ്പിൾ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ പർപ്പിൾ കളറാണുള്ളത്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ ഉള്ളത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂവിൽ ഇടാം. ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂ. ഞാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നുണ്ട്, ആൻസർ വിത്ത് മാർക്ക് ഫോർ റിവ്യൂ. ഇപ്പോൾ ഈ പലറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേർപ്പിൾ കളറും അതിന് താഴെ ഒരു പച്ച കളറും കാണാൻ സാധിക്കുന്നുണ്ട്. പേർപ്പിൾ കളറിനോട് താഴെ ഒരു പച്ച കളർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും. ഓക്കെ, ജനീവയാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്. പക്ഷേ സേവ് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ആ റെസ്പോൺസ് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, താഴെ ഉണ്ടാവും ക്ലിയർ റെസ്പോൺസ് എന്നൊരു ബട്ടൺ. ഈ ക്ലിയർ റെസ്പോൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്പോൺസ് ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് കുസാറ്റിൻ്റെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു 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 പിന്നെ ഇൻ്റർഫേസ് ആയിട്ട് ഇപ്പോൾ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ 1-2 തവണ ഈ നിങ്ങളുടെ കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ താഴെയായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് തന്നെ ഇതേപോലെയുള്ളൊരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ടെസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചെയ്തു നോക്കാൻ സാധിക്കും. അതെന്തായാലും എല്ലാ ആസ്പിരൻസും, ജോബ് സെക്യൂരോടൊപ്പം പഠിക്കുന്ന ആസ്പിരൻസും എല്ലാത്തവരും അത് നിർബന്ധമായിട്ടും ചെയ്തിട്ട് തന്നെ പോകണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭയങ്കര ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഇപ്പോൾ ജോബ് സെക്യൂരോടൊപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് സ്ഥിരമായി ആപ്പിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ഡിഫറെൻറ്റ് തിങ് ആയിട്ട്, ഒരു പുതിയ ഒന്നായിട്ട് തോന്നില്ല. കാര്യം നിങ്ങൾ പലപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണല്ലോ നിങ്ങൾ കാണുക. അതുകൊണ്ട് നിങ്ങൾക്കതൊരു പുതിയ കാര്യമായിട്ട് തോന്നാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പലറ്റ് നിങ്ങൾക്ക് 150 ക്വസ്റ്റ്യൻസ് ഉള്ള പലറ്റിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, ഏതൊക്കെ ഞാൻ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല, ഏതൊക്കെ ഞാൻ മാർക്ക് ഫോർ റിവ്യൂവിനിട്ടു, ഏതൊക്കെ ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂവിനിട്ടു എന്നുള്ളത് കൃത്യമായിട്ട് പലറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ LLB എൻട്രൻസ് എക്സാമിനേഷൻ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ ജനറിക് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ശരിക്കും സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂറിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളെ പ്രിപ്പറേഷന് വലിയ അളവിൽ സഹായിക്കുന്നത്, ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എക്സാമാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള LLB തുടങ്ങിയ ഒരുപാട് LLB എൻട്രൻസുകൾ വരാനുണ്ട്. അപ്പോൾ ഈ LLB എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങളെ വലിയ അളവിൽ സഹായിക്കുന്ന ഒരു ഗൈഡ് എമിനൻസ് ജോബ് സെക്യൂർ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ആമസോണിലും ലോ എൻട്രൻസ് ബുക്ക് ഷോപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഗൈഡ് നിങ്ങളെ വലിയ അളവിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയൊരു പ്രിപ്പറേഷനും കൃത്യമായൊരു കോച്ചിങ്ങും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ജോബ് സെക്യൂറിയുടെ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസിനായിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന നമ്പേഴ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സോ വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ടു all aspirants who are attending Cochin University entrance examination. Thank you.